അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ നോമ്പ് വീഡിയോ ഇട്ടപ്പം ബോണ്ട ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ബോണ്ടയുടെ വീഡിയോ കുറച്ച് ആൾക്കാർ കമൻ്റായിട്ട് ചോദിച്ചു. അത് അവർക്ക് വേണ്ടിയും ഇനി ഉണ്ടാക്കാൻ പോകുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ സിമ്പിൾ ബോണ്ട റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയേക്കാം, അതോടൊപ്പം ഇവിടെയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഗോതമ്പ് പൊടിയും കൊണ്ടാണ്, ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നമ്മൾ ശർക്കര ഉണ്ടല്ലോ, ഒന്ന് പാനി കാച്ചാൽ, അത് എല്ലാവർക്കും അറിയില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്യാസിനകത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പാനി കാച്ചി ലൂസാക്കി എടുക്കുക. എന്നിട്ട് ഗോതമ്പ് പൊടിയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും പിന്നെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് 1 കപ്പ് നമ്മൾ ശർക്കര പാനി ഉണ്ടല്ലോ, ഇപ്പോൾ പാനി കാച്ചി വെച്ചത്, അതും ഒരു 3-4 ചെറുപഴം എടുക്കണം, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കപ്പലണ്ടിയും ഉണ്ടെങ്കിൽ ഒന്ന് നെയ്ക്കകത്ത് വറുത്തെടുക്കാം, ഓപ്ഷനിലാണ്, അത് വേണമെന്നില്ല. അപ്പം വറുത്തെടുത്തിട്ട് ഇതെല്ലാം കൂടെ നമ്മുടെ ചപ്പാത്തി കുഴയ്ക്കുമല്ലോ, വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കില്ല, നമ്മുടെ ശർക്കരപ്പാനി മാത്രം ചേർത്ത് കുറച്ച് ചേർത്ത് വേണം നമ്മളത് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കാൻ. പക്ഷേ ഹാർഡും ആവല് ലൂസും ആവരുത്. ഇതെല്ലാം കൂടെ കുഴച്ചിട്ട് ഒരു 2 മണിക്കൂർ തീർച്ചയായിട്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ അത് പുളിച്ച് സോഫ്റ്റായിട്ട് ഉള്ള മാവ് വഴുത്തുള്ളൂ. 2 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. അടച്ച് വെക്കണം കേട്ടോ, ഡ്രൈ ആവാതിരിക്കാൻ. എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നല്ല തിളച്ച വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ ഈ ബോണ്ട ഉണ്ടല്ലോ, ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അല്ലെങ്കിൽ നാരങ്ങ വലുപ്പത്തിൽ, നമ്മുടെ ഏത് വലുപ്പം വേണോ നമുക്കത് ഉണ്ടാക്കി ഇടാം കേട്ടോ. ഇതേ കണ്ടില്ലേ. പക്ഷെ ഒരു സൈഡ് മാത്രം നമ്മൾ തിളയ്ക്കുമ്പോൾ എണ്ണയ്ക്കകത്തിടുമ്പോൾ വെക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തിരിച്ചു മറിച്ച് ഇടണം. ഒരു സൈഡ് മാത്രം വെച്ച് പോയാൽ അത് ഹാർഡായിപ്പോൾ കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ടേസ്റ്റി ബോണ്ട, ഈസി ബോണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കുക കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ, നല്ലതാണ്, എളുപ്പം ഉണ്ടാക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലും കൂടെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, ബൈ.